എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കൺസെപ്റ്റിക്സ് എന്ന ചാനലിലൂടെ മലയാളം പ്രോഗ്രാം ഞാൻ ചെയ്തു വരികയാണ്. ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ എന്നെ പ്രേരിതനാക്കിയത് ഒരു 15-20 ദിവസം മുമ്പ് തൊട്ട് കേരളത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ്. കുട്ടികളിൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ, അവരുടെ സംഭവിക്കുന്നതായ വേർപാടുകൾ, കൊലയും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം യൂട്യൂബ് ചാനലിൽ കൂടെ പല വീഡിയോസ് വരുന്നുണ്ട്. അതെല്ലാം കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന അത്യാഹിതങ്ങൾ, അതുമൂലം സംഭവിക്കുന്നതായ വേർപാടുകൾ, അതനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസമറിയുന്ന കുടുംബങ്ങൾ, ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു 2-3 വീഡിയോ ഉണ്ടാക്കി പേരൻസിനെ അറിയിക്കാം. കാരണം കഴിഞ്ഞ വർഷം ഈ ചാനൽ ഉണ്ടാക്കിയപ്പം ഞാൻ കുറച്ച് ടോപ്പിക് എടുത്തിരുന്നു. കുടുംബം പോറ്റാൻ ഇറങ്ങിത്തിരിച്ചവർ, കുട്ടികളും മാനസിക ആരോഗ്യ പ്രശ്നവും എല്ലാം വെച്ച് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഈ കണ്ടൻ്റ് ആയിരുന്നു. നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം, അവരുടെ ആരോഗ്യ പ്രശ്നമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾ മറുനാട്ടിൽ നിന്ന് നോക്കിയപ്പോൾ വളരെ ദുഃഖകരമായിട്ട് തോന്നി. ആയതിനാലാണ് ഈ വീഡിയോ ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്യുന്നത്. വരൂ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന കേരളത്തിൽ കുട്ടികൾ മൂലം ദുഃഖിക്കുന്ന പേരൻസുകൾ, അവിടെ സംഭവിക്കുന്നതായ അത്യാഹിതങ്ങൾ, ഇത് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ വിഷമമാണ്. ആദ്യമായിട്ട് വേറെ വിട്ടുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുമൂലം ദുഃഖം അനുഭവിക്കുന്ന പേരൻസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊരു സംഭവം ഇനി നടക്കരുതേ എന്ന് നമുക്ക് യാചിക്കാം. കാരണം ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കരുത്. നമ്മുടെ കുടുംബത്തിൽ 1-2 കുട്ടികളേ ഉള്ളൂ. അവരെ എങ്ങനെയായി തീരണമെന്ന് പേരൻസ് അല്ലേ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? നമ്മൾ ആരെയും കുറ്റം പറയുന്നത്? കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയണ ആരെയും കുറ്റം പറയേണ്ട. അതായത് ഡ്രഗ്സിന് അടിമകളാണെന്ന്. യെസ്, നമുക്കറിയാം, ഇന്ത്യയിൽ നാർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മിനിസ്ട്രി ഉണ്ട്, നമുക്ക് കേരളത്തിനുള്ള സംവിധാനമുണ്ട്. എല്ലായിടത്തും സംവിധാനം ഉണ്ടെങ്കിലും ഇതെല്ലാം ഇന്ത്യയിലേക്ക് വരുന്നു, വ്യത്യസ്തമായ സ്റ്റേറ്റിലേക്ക് പോകുന്നു, ഇത് ഉപയോഗിക്കുന്നു. ഇത് പണ്ട് തൊട്ടേ നടക്കുന്നതാണ്. നമുക്കറിയില്ലേ, ഈ മരിച്ചിരിക്കുന്ന കുട്ടികൾ, ഇങ്ങനെ മാറിപ്പോയിരിക്കുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ പ്രായം കാണും? 45 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക്. അവരുടെ അച്ഛനും അമ്മയ്ക്ക് എന്തോ പ്രായം കാണും? 70ഓ 75ഓ. അപ്പം നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമായിരുന്നു. എന്നിട്ട് നമ്മളത് ഫോളോ ചെയ്യും. അന്ന് കഞ്ചാവുണ്ട്, ചാരായമുണ്ട്, കള്ളുണ്ട്, ബീഡിയുണ്ട്, സിഗരറ്റുണ്ട്, അഫീമുണ്ട്, എല്ലാവിധമായ ലഹരി പദാർത്ഥങ്ങളും അന്നുമുണ്ട്, കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. പക്ഷേ നമ്മുടെ കാരണവന്മാർ, നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിരിക്കുന്ന, മോനെ ഇത് തീയാണ്, ഇത് വെള്ളമാണ്, ഇത് വെറിക്കൂത്തുകൾക്കുള്ള ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറയുമ്പം നമ്മളത് മനസ്സിലാക്കി സമൂഹത്തെ ഒന്ന് പേടിച്ചു, വീട്ടിലുള്ളവരെ പേടിച്ചു, പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളിയിൽ പേടിച്ചു, അമ്പലത്തിൽ ചെല്ലുമ്പോൾ അമ്പലത്തിലുള്ളവർ പേടിച്ചു, എല്ലാം നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നത് പേടിയായിരുന്നു. അങ്ങനെയല്ലേ നമ്മളൊക്കെ പുറത്തേക്ക് വന്നത്? ഞങ്ങളൊക്കെ പുറത്ത് വന്ന് 16 വയസ്സ് 17 വയസ്സിലാണ് നമ്മുടെ കുട്ടികളായി. ഈ കുട്ടികളെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടു. പക്ഷേ ഇന്ന് എന്താ പ്രശ്നം? നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ല. സമയം ഉണ്ടെങ്കിലും നമ്മൾ പറയുന്ന അങ്ങ് അടിച്ചേൽപ്പിക്കുക. അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വേണ്ട മക്കളെ വേണ്ട എന്ന തലക്കെട്ടോടു കൂടിയാണ്. ഈ വേണ്ട മക്കളെ വേണ്ട എന്നൊരു 12 ലൈൻ പാട്ട് ഞാൻ എഴുതിയായിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ് കേരളത്തിൽ ഡ്രഗ്സിന് എഗനസ്റ്റായിട്ട് ഡ്രൈവ്സ് വന്നപ്പോൾ. അതിന് ഞാൻ എടുത്തുകൊണ്ട് വേണ്ട മക്കളെ വേണ്ട എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് 2-3 വീഡിയോസ് ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത്. കാരണം നമ്മുടെ കുട്ടികൾ 1-2 ഉള്ളൂ. അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സന്ദർഭോചിതമായിട്ട്, മോഡേൺ യുഗമാണ്, ഉയർന്നുകൊണ്ടിരിക്കുന്നതായ ഇലക്ട്രോണിക്സ് യുഗത്തിലാണ് നമ്മളും കുട്ടികളും ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാരണവന്മാർ പറഞ്ഞു തന്ന രീതിയിൽ പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ അവരെ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഇന്നത്തെ മെയിൻ മുദ്ദയാണ്, മെയിൻ പോയിൻ്റാണ്. നമ്മളവരെ ചേർത്ത് പിടിക്കണം. സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹിച്ച് കടിച്ചു തന്നാൽ പോരാ. ഇന്ന് ദുഃഖത്തിലിരിക്കുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നാളെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മയോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക. യു ഹഗ് യുവർ കിഡ്സ്. ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. യെസ്, യു വിൽ ബി എ ഗുഡ് ലിസണർ.
അതില്ല. കാരണം തിരക്കാണ്. അവർക്ക് ചെറുപ്പം മുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പല പിള്ളേരുടെ പ്രോഗ്രാം ഇടുന്നില്ലേ, കൊച്ചു കൊച്ചു പിള്ളേരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. കൊച്ചു കൊച്ചു പിള്ളേർക്ക് ധാരാളം കാര്യങ്ങൾ പറയുമ്പം നിങ്ങളത് കേൾക്കണം. എങ്കിലേ അവർ വീണ്ടും വീണ്ടും എന്ന് പറയുള്ളൂ. അവർ പ്രീ പ്രൈമറി സ്റ്റേജിലായി, മിഡിൽ സ്കൂളായി, സെക്കൻഡറി ആയി, ഹയർ സെക്കൻഡറി ആയി, കോളേജായി, ഈവൻ ദോ ജോലി ആയിക്കോട്ടെ, കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പയും മമ്മയും ആകണം ആദ്യം. എങ്കിൽ മാത്രമേ പറ്റൂ. നമ്മൾ ബിസിനസ് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു എന്ന തിരക്കാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുട്ടികൾ നമ്മളെ കേൾക്കണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരരുത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. എനിക്കെൻ്റെ വീഡിയോയിലൂടെ അതാ പറയാനുള്ളത്. ഞങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ അച്ഛനും അമ്മയും ഇട്ടേച്ച് ഞങ്ങളൊന്നും ജീവിച്ചില്ലയോ? നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണുള്ളത് ലോകത്ത്. ഇവിടെ കേരളത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ള പേരൻസിനോട് ആരെയും കുറ്റം പറയല്ല, ഗവൺമെൻറ്റിനെ കുറ്റം പറയേണ്ട കാര്യമില്ല, സമൂഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കുട്ടികൾ സമൂഹത്തെ റെസ്പെക്റ്റ് ചെയ്യണം. പേടിയല്ല വേണ്ടത്. ഇന്നത്തെ വീടിനെ ഉള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഏത് ഫീൽഡിലേക്ക് ഇറങ്ങുന്നു അവിടെ റെസ്പെക്റ്റാണ് വേണ്ടത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ മർമ്മം, ചാണക്യനീതി പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പറയുള്ളൂ. ഇത് ഒറ്റയടിക്കൊന്നുമല്ല ഡ്രഗ്സ് എടുക്കാൻ പോയത്, ഇവർ കൂത്തിന് പോയത്. പല പ്രാവശ്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു കാണും. പപ്പ മമ്മി, അയ്യോ സ്കൂളിൽ ഇങ്ങനെയാണ് പ്രശ്നം, കോളേജിൽ ഇങ്ങനെയാണ് പ്രശ്നം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയാൽ കേൾക്കാൻ നിങ്ങൾ സമയം കൊടുത്തില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനാവുക. നിങ്ങളുടെ കുട്ടിയെ ചേർത്ത് പിടിക്കുക, അവർക്ക് സമയം കണ്ടെത്തുക, അവർ പറയുന്നത് കേൾക്കുക. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.